ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് നല്ലൊരു വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലിൻ്റെ ഒരു വെളിച്ചം കണ്ടപടി ഞങ്ങൾ തുണികളൊക്കെ എടുത്ത് മുറ്റത്ത് അയലിലേക്ക് ഇട്ടു. അതുപോലെ വെയിലറച്ചാൽ കണ്ടാൽ പിന്നെ എന്തൊക്കെയാണ് ഉണക്കാനിടാനുള്ളത്, എന്തൊക്കെ സാധനങ്ങൾ ഉണക്കാൻ വെക്കാനുള്ളത് എന്നൊക്കെയാണ് ആലോചിക്കുക കേട്ടോ. മഞ്ഞളും അതുപോലെ തന്നെ എന്താ പറയുക അടയ്ക്കും, പിന്നെ എന്തൊക്കെ വെക്കാനുണ്ടോ, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമല്ലോ, അതും ഒക്കെ കഴുകി വെക്കും. പിന്നെ അങ്ങനെ കേട്ടോ, അത് ഓരോരുത്തർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങളിവിടുത്തെ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞതൊക്കെ. അങ്ങനെ അതേപോലെ തന്നെ ഒരു സോഫ സെറ്റ് ഇന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമോൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് വെള്ളം പാർന്നു. അപ്പം കുറേയൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ടൊക്കെ തൂത്ത് പോകും. പിന്നെ കുറേയൊക്കെ അവൻ മനഃപൂർവ്വം പാരുട്ടും. പിന്നെ പറഞ്ഞിട്ട് എന്താ, ചെറിയ കുട്ടിയല്ലേ, നമ്മൾ ചീത്ത പറഞ്ഞാൽ അവനെന്ത്, അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായം. എന്നാലും പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ എന്താ പറയുക, അത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു പക്വത അവനെത്തിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആറിടലൊക്കെ കഴിഞ്ഞ് മുറ്റത്തോടെയൊക്കെ നടന്ന്, പിന്നെ ചെടികളടുത്തോടെയൊക്കെ നടന്ന്, ചെടികളടുത്തൊക്കെ നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട് കേട്ടോ മഴ പെയ്തപ്പോൾ. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം ഒരു 3-4 എണ്ണക്കായി വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ ചായക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ആദ്യം മോന് ഞാനൊരു മുട്ട എടുത്ത് വെക്കും കേട്ടോ. അവന് മുട്ടക്കറി ഇഷ്ടമല്ല, അവന് ഞാൻ തേങ്ങാപ്പാലാണ് ആക്കി കൊടുക്കാറ് കേട്ടോ അപ്പത്തിന്. പിന്നെ മുട്ട പുഴുങ്ങിയത് അങ്ങനെ കൊടുക്കും. ഇനി ഉച്ചക്കത്തെ കാര്യങ്ങളിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അയിലപ്പാറുണ്ട്, മുളകിട്ട് വെക്കണം. പിന്നെ പച്ച പയറുണ്ടായിരുന്നു, അത് ഉപ്പേരിയും വെച്ചു. പിന്നെ നമ്മുടെ പപ്പടം കാച്ചിട്ടോ. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. പച്ചൻ ചിക്കൻ കൂട്ടാത്തതിനെ കൊണ്ടാണ് മീനും കൂടി കറി വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പച്ചക്കറി എന്തായാലും നിർബന്ധമാണ്. അങ്ങനെ മത്തനും പയറും കൂടി കറിയും വെക്കുന്നുണ്ട്. പിന്നെ ആദിമോൻ്റെ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഗ്രഹങ്ങൾ തോന്നും കേട്ടോ. അപ്പം എന്താ പറയുക, ചില ദിവസം പായസമായിരിക്കും, ചില പെട്ടെന്നായിരിക്കും കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും കഴിക്കണം പെട്ടെന്ന് തോന്നിയാൽ അത് വേഗം പറയും, അതിനുള്ള സാധനങ്ങൾ കൊണ്ടുത്തരും, വാങ്ങിച്ച് കൊണ്ടുത്തരും. അപ്പം പിന്നെ നമ്മൾ വേഗം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇന്ന് പറഞ്ഞത് എന്തായാലും പായസമായിരുന്നു, അതും അരിപ്പായസം തന്നെ വേണം കേട്ടോ. ആദിമോൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റാണ് അരിപ്പായസം. അങ്ങനെ നമ്പാലൊക്കെ പാർന്ന് ഏലക്കയും ഒക്കെ പൊടിച്ച് ചേർത്ത് ആ പായസം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആദ്യമോൻ ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുക കേട്ടോ. അച്ഛന് കാലിന് വയ്യാത്തതിനെ കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യും. പക്ഷെ അവൻ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എവിടേക്കാണ് കെട്ടിച്ചമഞ്ഞ് പോകുന്നതെന്നല്ലേ, വേറെ ഇങ്ങോട്ടല്ല, ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. ഇപ്പം എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കണം എന്നില്ല കേട്ടോ. ഗോൾഡ് തിരിച്ചെടുക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ പണയം വെക്കുമ്പോൾ അതിപ്പോൾ എന്താവശ്യത്തിന്, നമ്മുടെ സ്വന്തം ആവശ്യത്തിനായാലും വെക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. തിരിച്ചെടുക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോയി വരും. ആദ്യമോൻ്റെ അച്ഛൻ്റെ കൈ കൊടുത്തിട്ടാട്ടോ പോകുന്നത്. തിരിച്ച് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓട്ടോയിലാട്ടോ, നമ്മുടെ ഇസ്മായിൽ ഖാൻ്റെ വീടിനടുത്തുള്ള ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.